ഉരുൾപൊട്ടി 400-ലധികം പേർ മരിച്ച ദുരന്തത്തിന്റെ ഞെട്ടൽ വിട്ടുമാറുന്നതിനു മുന്നേ വീണ്ടും വയനാടിനെ ഭീതിയിലാഴ്ത്തി ഭൂമികുലുക്കം. ഭൂമിക്കടിയിൽ നിന്നും വലിയ ശബ്ദവും പ്രകമ്പനവും അനുഭവപ്പെട്ടതായി പ്രദേശവാസികൾ പറഞ്ഞു. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് സംഭവം. കുറിച്യർമല, പിണങ്ങോട്, മൂരിക്കാപ്പ്, അമ്പുകുത്തിമല, എടക്കൽ ഗുഹ എന്നിവിടങ്ങളോട് ചേർന്ന ചില പ്രദേശങ്ങളിൽ ചെറിയ തോതിൽ ഭൂമികുലുക്കം ഉണ്ടായതായി നാട്ടുകാർ പറഞ്ഞു. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രദേശവാസികളോട് ഒഴിഞ്ഞുപോകാൻ റവന്യൂ വകുപ്പ് അറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും വില്ലേജ് ഓഫീസർമാരോട് സംഭവ സ്ഥലത്തെത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും വൈത്തിരി തഹസിൽദാർ പറഞ്ഞു. മൂരിക്കാപ്പിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിൽ മേശപ്പുറത്തെ ഗ്ലാസുകൾ താഴെ വീണു. അമ്പലവയൽ GLP സ്കൂളിന് അവധി നൽകി. എടക്കൽ ഗുഹയ്ക്ക് സമീപത്താണ് ഈ സ്കൂൾ. അമ്പലവയൽ RARSലെ ശാസ്ത്രജ്ഞരും തൊഴിലാളികളും അമ്പലവയൽ പ്രദേശങ്ങളിൽ വലിയ ശബ്ദവും മുഴക്കവും അനുഭവപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നേന്മേനി വില്ലേജിലെ പാടിപ്പറമ്പ്, അമ്പുകുത്തി, അമ്പലവയൽ, RARS പ്രദേശങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്ന് മുഴക്കവും നേരിയ കുലുക്കവും അനുഭവപ്പെട്ടു. വൈത്തിരി താലൂക്കിന് കീഴിൽ പൊഴുതന വില്ലേജിൽ ഉൾപ്പെടുന്ന സുഗന്ധഗിരി പ്രദേശത്തും അച്ചൂരാനം വില്ലേജ് ഉൾപ്പെടുന്ന സേട്ടുകുന്ന് പ്രദേശത്തും വലിയ ശബ്ദവും മുഴക്കവും അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമല, മുണ്ടക്കൈ മേഖല ഉൾപ്പെടുന്ന മേപ്പാടി പഞ്ചായത്തിൽ നിന്ന് ശരാശരി 30 കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശങ്ങൾ. ആദ്യം കേട്ട ശബ്ദം ഇടിവെട്ടിയതാകാമെന്നാണ് നാട്ടുകാർ പലരും കരുതിയത്. എന്നാൽ അതല്ലെന്ന് പിന്നീടാണ് മനസ്സിലായത്. ഉഗ്രശബ്ദത്തിന് പിന്നാലെ ഭൂമി കുലുങ്ങുകയും ചെയ്തതോടെ ജനം പരിഭ്രാന്തരായി വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഓടിയതായാണ് വിവരം. എന്നാൽ നാശനഷ്ടമുണ്ടായതായി ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എടക്കൽ ഗുഹ ഉൾപ്പെടുന്ന മേഖലയിലാണ് ഈ അനുഭവം ഉണ്ടായതെന്നതും ഭീതി പടർത്തി. ബാണാസുര മലയോട് ചേർന്ന പ്രദേശത്തും ഇതേ അനുഭവം ഉണ്ടായതായാണ് വിവരം. ഭൂമിക്കടിയിൽ നിന്നും ശബ്ദവും മുഴക്കവും കേട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് പ്രദേശങ്ങളിലെ ജനവാസ മേഖലയിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു തുടങ്ങിയതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു. പ്രദേശങ്ങളിലെ ആളുകളെ സുരക്ഷിതമാക്കി മാറ്റുന്നതിനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചതായി ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ദുരന്ത മേഖല സന്ദർശിക്കാനിരിക്കെയാണ് വയനാടിനെ ഭീതിയിലാക്കിയുള്ള ഭൂമികുലുക്കം. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ കണ്ണൂരിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ചേരുമെന്നാണ് വിവരം. വയനാട്ടിലേത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും ഒരുമിച്ച് ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. വയനാട് ദുരന്തത്തിൽ ഇതുവരെ 413 പേരാണ് മരണപ്പെട്ടത്. 182ഓളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. നിലവിൽ ദുരന്തബാധിത പ്രദേശത്ത് സന്നദ്ധ പ്രവർത്തകരും രക്ഷാദൌത്യ സംഘവും ചേർന്നുള്ള തിരച്ചിൽ തുടരുകയാണ്.